പാലക്കാടുള്ളവർക്ക് കടലും കായലിൻ്റെയും കാഴ്ചകൾ കാണാൻ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. പാലക്കാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിലെ കുറച്ച് കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ യാത്ര. അതിരാവിലെ പാലക്കാട് നിന്ന് യാത്ര തുടങ്ങി. ഏകദേശം 85 കിലോമീറ്റർ ഉണ്ട് പാലക്കാട് ടൗണിൽ നിന്ന് വാടാനപ്പള്ളിയിലേക്ക്. 2 മണിക്കൂറിനടുത്ത് സമയമെടുക്കും അവിടെ എത്തിച്ചേരാൻ. രാവിലെ ആയ കാരണം അധികം ട്രാഫിക് ഇല്ല. കുറച്ചു കാലം മുമ്പ് വരെ പാലക്കാട് നിന്ന് തൃശ്ശൂർ പോവുക എന്ന് വെച്ചാൽ വലിയ തലവേദനയായിരുന്നു. അത്രയും മോശമായ റോഡായിരുന്നു. അതിനിടയ്ക്ക് അപ്രതീക്ഷിതമായി വരുന്ന കുതിരാനിലുള്ള ബ്ലോക്കും. ഇന്ന് അതെല്ലാം മാറി. പാലക്കാട് തൊട്ട് തൃശ്ശൂർ വരെയുള്ള റോഡിൻ്റെ കണ്ടീഷൻ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ പോകുന്ന വഴിയിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എവിടെയും നിർത്തുന്നില്ല. രാവിലെ ഒരു ഇളം മഞ്ഞും തണുപ്പെല്ലാം ഉണ്ട്. ഈ തണുപ്പ് മാറി വെയിലാവാൻ അധിക സമയമില്ല. അതിനു മുമ്പ് കടലിൻ്റെ കാഴ്ചകൾ കാണണം. ഗോവയിൽ പ്രശസ്തമായ ഒരു റോഡുണ്ട്. തെങ്ങുകൾക്കിടയിലൂടെ പോകുന്ന മനോഹരമായ ചെറിയൊരു റോഡ്. അതുവഴി യാത്ര ചെയ്യാനായി പല ആളുകളും അങ്ങോട്ട് പോകാറുണ്ട്. അതിന് സമാനമായ ഒരു റോഡാണ് വാടാനപ്പള്ളി ബീച്ചിനടുത്തുകൂടി പോകുന്ന റോഡ്. തെങ്ങുകൾക്കിടയിലൂടെ ബീച്ചിനോട് അടുത്തുകൂടി പോകുന്ന മനോഹരമായ ഒരു റോഡ്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ഈ റോഡ് ഉറപ്പായി ഇഷ്ടപ്പെടും. ഗൂഗിൾ മാപ്പ് കാണിച്ചതുപോലെ തന്നെ ഏകദേശം 2 മണിക്കൂർ എടുത്തു ഇവിടെ ബീച്ചിനടുത്ത് എത്തിച്ചേരാൻ. നേരെ പോയാൽ പ്രശസ്തമായ സ്നേഹതീരം ചാവക്കാട് ബീച്ചിലെല്ലാം എത്താൻ കഴിയും. ഞാനിന്ന് എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. കാരണം വേറൊരു സ്ഥലം എൻ്റെ മനസ്സിലുണ്ട്. അവിടെ പോകുന്നതിന് മുമ്പ് ഈ ബീച്ചിലെ കാഴ്ചകൾ കണ്ടു തീർക്കാം. രാവിലത്തെ ഒരു ഇളം തണുപ്പും ഈ ബീച്ചിലെ കാറ്റും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതിയാണ് ഇവിടെ കിട്ടുന്നത്. തിരമാലകളുടെ ശബ്ദവും കേട്ട് കടലിലേക്ക് നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. രാവിലെ ആയതുകൊണ്ടാവാം ഇവിടെ അധികം തിരക്കില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു. അന്നൊരു വൈകുന്നേരമായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമനം കാണാനുള്ള തിരക്കാണ്. ഒഴിവ് ദിവസങ്ങളിലെ വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരോടൊപ്പമോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമോ ബീച്ചിലെ കാറ്റും കൊണ്ട് കഥയും പറഞ്ഞിരിക്കാൻ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കൂടെ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച കൂടി കണ്ടാൽ ആ ദിവസം പൂർണ്ണമാകും. എന്തായാലും സൂര്യൻ അസ്തമിക്കുന്നവരെയുള്ള സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റില്ല. തൊട്ടടുത്തുള്ള കുറച്ച് നല്ല കാഴ്ചകൾ കൂടി കാണാനുണ്ട്. പാലക്കാട്ടുകാർക്ക് കടല് കാണാൻ ആഗ്രഹം തോന്നിയാൽ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ബീച്ച് കൂടിയാണത്. കേരളത്തിലെ മനോഹരമായ ബീച്ചുകളിലൊന്നാണ് ഈ വാടാനപ്പള്ളി ബീച്ച്. തൃപ്രയാറിനും ഗുരുവായൂരിനും ഇടയിലായി വരുന്ന ഈ ബീച്ച് ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണത്. വാടാനപ്പള്ളിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി ഏങ്ങണ്ടിയൂർ എന്ന സ്ഥലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചേറ്റുവ അഴിമുഖത്തിലേക്കാണ് ഇനി പോകുന്നത്. കാർ ഇനി മുന്നോട്ട് പോവില്ല. ബൈക്കാണെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാം. ഇവിടെ പാർക്കിങ്ങിൽ കാർ നിർത്തിയിട്ട് ഇനിയുള്ള കാഴ്ചകൾ നടന്ന് കാണാം. ഇപ്പോൾ രാവിലത്തെ തണുപ്പെല്ലാം മാറി നല്ല വെയിലായി. രാവിലെ നേരത്തെ വന്നാൽ കുറച്ചുകൂടി മനോഹരമായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്ന ഫിഷിംഗ് ബോട്ടുകളാണ് ഈ നിൽക്കുന്നത് മുഴുവൻ. ഇവിടെ മുഴുവൻ ഇങ്ങനെയുള്ള ബോട്ടുകളാണ് കാണാൻ കഴിയുന്നത്. അതിരാവിലെ പോയി ഒന്ന് വെയിലാകുമ്പോഴേക്കും അവരിവിടെ തിരിച്ചെത്തും. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തായി കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അധികം ടൂറിസ്റ്റുകൾ കടന്നു വരാത്തൊരു സ്ഥലം കൂടിയാണിത്. ഒരുപക്ഷെ തൃശ്ശൂരുകാർക്ക് മാത്രം അറിയുന്ന മനോഹരമായ സ്ഥലങ്ങളിലൊന്ന്. അതുകൊണ്ട് ഇവിടെ അടുത്തായി കടകളോ ഹോട്ടലുകളോ ഒന്നും തന്നെ ഇല്ല. ആകെ കണ്ടത് ഒരു ചായക്കടയാണ്. ആ കാണുന്ന പാലത്തിലൂടെ മുന്നോട്ട് നടന്നാൽ കടലിനടുത്ത് എത്താൻ കഴിയും. വൈകുന്നേരങ്ങളിൽ ഇവിടെ സൂര്യാസ്തമനം കാണാനായും മീൻ പിടിക്കാനായെല്ലാം ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് വരാറുണ്ട്. ഈ കാഴ്ച പെട്ടെന്ന് കണ്ടപ്പോൾ ആലപ്പുഴയിലേതോ ഉൾഗ്രാമത്തിൽ പോയ പോലെയാണ് തോന്നിയത്. അടുത്തായി തന്നെയാണ് ചേറ്റുവ ഹാർബറും സ്ഥിതി ചെയ്യുന്നത്. മത്സ്യബന്ധന തുറമുഖമാണ് ചേറ്റുവ ഹാർബർ. ഫ്രഷായി നല്ല മീനെല്ലാം കിട്ടണമെങ്കിൽ അവിടെ പോയാൽ മതി. ഗുരുവായൂരിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പലതവണ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായൊരു സ്ഥലം ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നറിയില്ലായിരുന്നു. ഇന്ന് ഈ സ്ഥലത്ത് എത്താൻ കാരണമായത് ഗൂഗിൾ മാപ്പാണ്. വാടാനപ്പള്ളി ബീച്ചിലേക്കുള്ള ദൂരം നോക്കാനായി ഗൂഗിൾ മാപ്പ് തുറന്നപ്പോൾ അപ്രതീക്ഷിതമായി കണ്ട ചില ചിത്രങ്ങളാണ് എന്നെ ഈ സ്ഥലത്ത് എത്തിച്ചത്.
ഇപ്പോഴും ഫിഷിംഗ് ബോട്ടുകൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പാലം കടന്ന് നേരെ പോകണം ബീച്ചിനടുത്തെത്താൻ. പക്ഷേ ഞാനിപ്പോൾ ഇടത് ഭാഗത്തേക്കാണ് പോകുന്നത്. പാലത്തിൽ നിന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു തോണി കിടക്കുന്നത് കണ്ടു. അതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ എടുക്കാനായാണ് അങ്ങോട്ട് പോകുന്നത്. കായലിൻ്റെ മറുകരയിലായാണ് ആ തോണി നിൽക്കുന്നത്. തെങ്ങുകളും പച്ചപ്പും കായലും തോണിയും ഇതെല്ലാം കുറച്ച് കാലങ്ങളായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. വീണ്ടും മുന്നോട്ട് പോവാം. നല്ല വെയിലുണ്ടെങ്കിലും ഈ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാരണം അധികം ചൂടറിയുന്നില്ല. കൂടുതലും തെങ്ങുകളാണ് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അന്യ സംസ്ഥാനത്തിലോ അന്യ രാജ്യത്തിലുള്ള ടൂറിസ്റ്റുകളൊന്നും ഇങ്ങോട്ട് വരാറില്ല. തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ശാന്തമായൊരു സ്ഥലമാണിത്. നമ്മുടെ നാട്ടിലെ ഓഫ് ബീറ്റ് ലൊക്കേഷൻസ് തേടി ഇറങ്ങുന്ന യാത്രക്കാർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഈ ചേറ്റുവ അഴിമുഖം. ചില സ്ഥലങ്ങൾ നമ്മൾ ഒരുപാട് ആകർഷിക്കും. അവിടെ മണിക്കൂറുകൾ ചിലവഴിക്കാനായി ആഗ്രഹം തോന്നും. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സ്ഥലമാണത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മണിക്കൂറുകൾ ചിലവഴിച്ചാലും അത് ചിലപ്പോൾ മതിയായി വരില്ല. കടപ്പുറത്തുള്ള ഗ്രാമങ്ങളിലെ ജീവിത രീതികൾ പല സിനിമകളിലായി കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നാൽ അത് നേരിട്ട് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ഫിഷിംഗ് ബോട്ടുകളും അതിനകത്ത് മീൻ പിടിക്കുന്ന വലയെല്ലാം കാണുമ്പോൾ പ്രായഭേദമന്യേ തോന്നുന്ന ഒരു ആകാംക്ഷയുണ്ട്. അതിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും ശരി, കുറച്ച് പ്രായമായവരാണെങ്കിലും ശരി, ഒന്ന് എത്തി നോക്കും ആ ബോട്ടിനകത്തുള്ള മീനുകളെ കാണാനായി. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അഴിമുഖത്ത് വന്നത് തൊട്ട് കായലിൻ്റെ കാഴ്ചകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കായലും കടലും ഒരുമിക്കുന്നൊരു സ്ഥലം കൂടിയാണത്. ഇവിടെ വന്ന് കായലിൻ്റെ മാത്രമല്ല കടലിൻ്റെ കാഴ്ചകൾ കൂടി കാണാൻ കഴിയും. എല്ലാ കടലിലും ഇങ്ങനൊരു കാഴ്ച കാണാൻ കഴിയില്ല. ഒരു ഭാഗത്ത് അലയടിച്ചു വരുന്ന തിരമാലകളും അതിനോട് ചേർന്ന് തന്നെ ശാന്തമായി ഒഴുകുന്ന കായലും നേരിട്ട് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത്. ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുന്നില്ല. കാരണം മുന്നോട്ട് പോയാൽ മരങ്ങൾ കുറവാണ്, തണലില്ല, നല്ല വെയിലുമുണ്ട്. ഇവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ കടലിലെ വെള്ളം കരയിലേക്ക് അധികം കയറാതിരിക്കാനായി കുറേ ദൂരം കടലിലേക്ക് കല്ലുകൾ ഇട്ടിട്ടുണ്ട്. പിന്നീട് അതൊരു വഴിയായി മാറി. വെയിലില്ലാത്ത സമയത്ത് വരുവാണെങ്കിൽ ആ പാതയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് നടക്കാൻ സാധിക്കും. പല രീതിയിലുള്ള ഫിഷിംഗ് ബോട്ടുകളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങ് ദൂരെയായി കാണുന്നതാണ് ചേറ്റുവ ഹാർബർ. അഴിമുഖത്തിലേക്കുള്ള വഴി അന്വേഷിച്ചപ്പോൾ ഈ നാട്ടുകാരാദ്യം പറഞ്ഞത് ആ ഫിഷിംഗ് ഹാർബറിനെ കുറിച്ചായിരുന്നു. പാലക്കാട്ട് നിന്നാണ് വരുന്നത് എന്നുകൂടി പറഞ്ഞപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പെടക്കണ മീനിനെ നാട്ടിൽ കൊണ്ടുപോകാനാണ് ആ ഫിഷിംഗ് ഹാർബറിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. പ്രതീക്ഷിച്ചതിലും അധികം സമയം അഴിമുഖത്ത് ചെലവഴിച്ചു. ഇവിടുത്തെ ശാന്തതയും ഇവിടുത്തെ ആകർഷണീയമായ കാഴ്ചകളെല്ലാമായിരുന്നു അതിന് കാരണം. വിശദമായി കാണാനായി വന്നാൽ ഇവിടെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഉച്ചയാവുമ്പോഴേക്കും തിരിച്ച് നാട്ടിലെത്തണം. അതിനു മുമ്പായി പോകുന്ന വഴിയിൽ ഒരു സ്ഥലം കൂടി കാണാനുണ്ട്. ഈ കാണുന്ന ചേറ്റുവ ബ്രിഡ്ജിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായി ഇതുവഴി യാത്ര ചെയ്യുന്ന ഏതൊരാളും ഈ ബ്രിഡ്ജിലൂടെ കടന്നു പോകുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ആകും. അതിമനോഹരമായ കാഴ്ചയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഈ സ്ഥലം സമ്മാനിക്കുന്നത്. മെയിൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഈ സ്ഥലവും പ്രശസ്തമാണ്. കുറച്ച് റിസോർട്ടുകളും ഇവിടെയുണ്ട്. ആ കാണുന്ന രാജ ഐലൻഡും ഒരു ആയുർവേദിക് റിസോർട്ടാണ് എന്നാണ് കേട്ടിരിക്കുന്നത്. കുറച്ച് ദ്വീപുകളും കണ്ടൽക്കാടുകളും ഉള്ള കാരണം അത് കാണാനായി കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. ഈ കായലിലൂടെ യാത്ര ചെയ്യാനായി ബോട്ടുകളുടെ സൗകര്യം ഇവിടെയുണ്ട്. പലതവണ യാത്ര ചെയ്ത ഒരു വഴിയാണത്. ഇതുവഴി പോകുമ്പോൾ രാത്രി അല്ലെങ്കിൽ ഉറപ്പായും ഇവിടെ വണ്ടി നിർത്തി ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് മുന്നോട്ട് പോകാറുണ്ട്. ഈ കായലിൻ്റെ പല ഭാഗങ്ങളിലായി ഇതുപോലുള്ള ചെറിയ തോണികൾ കാണാൻ കഴിയും. വെയിലൊന്നും കാര്യമാക്കാതെ വലയെറിഞ്ഞ് മീൻ പിടിക്കാനായി വരുന്നവരാണ്. ആ മീൻ പിടിക്കുന്ന കാഴ്ച നോക്കി കുറേ നേരം അവിടെ നിന്നു. ഇതുപോലുള്ള തോണിയിലും ഈ കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ നാട്ടുകാർ ഒരുക്കുന്നുണ്ട്. അതിരാവിലെ ആയിരുന്നാൽ ഞാനും ഇതുപോലൊരു തോണിയിൽ ഈ കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുമായിരുന്നു. ഏകദേശം ഉച്ചയായി. ഇപ്പോൾ അതിനനുയോജ്യമായൊരു സമയമല്ല. അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആണ് അതിന് പറ്റിയൊരു സമയം.
ഇനിയും ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് എന്തായാലും വരണം. പറ്റിയാൽ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് ഇവിടുത്തെ കാഴ്ചകൾ മതിയാവോളം കാണണം. ചേറ്റുവ വഴി യാത്ര ചെയ്യുവാണ് അഴിമുഖം എന്ന മനോഹരമായ സ്ഥലം കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.